ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലാത്ത അഭിനേത്രിയാണ് നടി ശ്വേത മേനോൻ. അതിനാൽ തന്നെ പലപ്പോഴും ശ്വേതയുടെ പേര് വിവാദത്തിൽപ്പെട്ടിട്ടുമുണ്ട്. അതൊന്നും തന്റെ വ്യക്തിജീവിതത്തെ ബാധിക്കില്ലെന്ന് നടി വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് പറയാൻ യാതൊരു മടിയുമില്ലാത്ത നടി കൂടിയാണ് ശ്വേത മേനോൻ. അതുകൊണ്ട് തന്നെ തന്റെ ആദ്യത്തെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടതിനെ കുറിച്ച് പല അവസരങ്ങളിലും ശ്വേത മേനോൻ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായിട്ടാണ് ശ്വേത സംസാരിക്കാറുള്ളത്. തന്റെ വിവാഹമോചനത്തെക്കുറിച്ച് ശ്വേത മേനോൻ പറഞ്ഞ പഴയ വീഡിയോ ഇപ്പോൾ വീണ്ടും വൈറലാകുകയാണ്. പലർക്കും അധികം അറിയാത്ത അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്ത കാര്യമായിരുന്നു അത്. ആദ്യ ബന്ധം ഒരു വലിയൊരു തെറ്റായിരുന്നുവെങ്കിൽ ഇപ്പോൾ ശ്രീവത്സൻ മേനോനുമായിട്ടുള്ള രണ്ടാമത്തെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമാണെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട്. പഴയ ബന്ധത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് രണ്ടാമത്തെ ദാമ്പത്യ ജീവിതം സുഖകരമായി പോകുവാൻ കാരണമെന്നും ശ്വേത മേനോൻ വ്യക്തമാക്കിയിരുന്നു. ശ്വേതയുടെ ആദ്യത്തേത് പ്രണയ വിവാഹമായിരുന്നു. 2004 ബോബി ബോൺസ്ലെയുമായുള്ള ശ്വേതയുടെ ആദ്യ വിവാഹം കഴിഞ്ഞത്. എന്നാൽ 2007 തന്നെ ഇരുവരും വേർപിരിയുകയും ചെയ്തു. ശേഷം 2011 ശ്രീവത്സൻ മേനോനുമായുള്ള വിവാഹം നടന്നത്. ഇരുവർക്കും സബൈന എന്ന പേരുള്ള മകളുമുണ്ട്. വളരെ കൺസർവേറ്റീവായ ഫാമിലിയിൽ നിന്നും വന്നയാളാണ് ശ്വേത എന്ന് താരം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനാൽ വിവാഹ കാര്യത്തിൽ ജാതകം നോക്കി പൊരുത്തമുണ്ടാകണമെന്ന നിർബന്ധം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നുവെന്നും ജാതകം ചേരാതെ വിവാഹം നടന്നാൽ ആ ബന്ധം ശരിയായി മുന്നോട്ട് പോകില്ലെന്ന് ശ്വേതയുടെ അമ്മയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നുവെന്നും അങ്ങനെ എല്ലാ ജാതക പൊരുത്തവും നോക്കിയാണ് ശ്വേതയുടെ ആദ്യ വിവാഹം നടന്നതെന്നും എന്നാൽ അത് അധിക നാൾ നീണ്ടു നിൽക്കാത്ത ബന്ധമായി എന്നും ശ്വേത മേനോൻ പറഞ്ഞിരുന്നു. ശ്രീവത്സന്റെ പ്രപ്പോസൽ വന്ന സമയത്ത് താൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അച്ഛന്റെയും അമ്മയുടെയും സന്തോഷത്തിന് ജാതകം നോക്കിയിട്ട് വിവാഹം ചെയ്യാം എന്നതായിരുന്നു അതെന്നും അങ്ങനെ തന്നെയാണ് വിവാഹം നടന്നതെന്നും എന്നാൽ തന്റെ അമ്മ ആദ്യമേ തന്നെ ജാതകം നോക്കിയിരുന്നുവെന്നും ഭാഗ്യം കൊണ്ട് എല്ലാം നന്നായി തന്നെയാണ് പോകുന്നതെന്നുമാണ് ശ്വേത മേനോൻ മുമ്പ് പറഞ്ഞത്. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. നിനക്ക് ഏത് മതത്തിലുള്ളവരെയും പ്രണയിക്കാം, വിവാഹം ചെയ്യാം, പക്ഷെ ഒരിക്കലും സ്വന്തം മതത്തെ മറക്കരുത് എന്നാണ് താൻ തന്റെ മകളോട് പലപ്പോഴും പറയാറുള്ളതെന്നും ശ്വേത പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാകണം, അതൊരു കാരണവശാലും മാറ്റരുത്. ഹിന്ദുവായിട്ടാണ് ജനിച്ചത്, മരിക്കുന്നതും ഹിന്ദുവായിട്ടായിരിക്കണമെന്നും ശ്വേത മേനോൻ പറയുന്നുണ്ട്. വിവാഹമോചന വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിച്ചപ്പോൾ എല്ലാവരും കരുതിയിരുന്നത് ശ്രീവത്സൻ മേനോനുമായിട്ടാണ് ഡിവോഴ്സ് ആകുന്നത് എന്നായിരുന്നു. എന്നാൽ അതിനും താരം വ്യക്തത നൽകിയിട്ടുണ്ട്. അതേസമയം തന്റെ ബോയ് ഫ്രണ്ടിന്റെ സുഹൃത്തായിരുന്നു ആദ്യ ഭർത്താവ് ബോബി എന്നും കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആൺ സുഹൃത്തുമായി പിരിഞ്ഞതോടെയാണ് ബോബിയുമായി അടുപ്പത്തിലായതും പിന്നീട് വിവാഹം കഴിച്ചതെന്നും ശ്വേത മേനോൻ മുമ്പ് പറഞ്ഞിരുന്നു. ബോബിയുമായുള്ള വിവാഹത്തെ ഒരിക്കലും തന്റെ പിതാവ് എതിർത്തിരുന്നില്ല എന്നും എന്നാൽ അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നിരവധി തവണ അദ്ദേഹം ചോദിച്ചിരുന്നുവെന്നും ശ്വേത പറഞ്ഞിരുന്നു. നമുക്കിത് വേണോ എന്നായിരുന്നു അന്ന് അച്ഛൻ ചോദിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ ആ വിവാഹം നടക്കില്ലായിരുന്നുവെന്നും ശ്വേത മേനോൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.